പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അറിയാം ജപമാലയുടെ 4 രഹസ്യങ്ങൾ അല്ലേ. ഒരു ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ജപമാല. ഒരു ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത്. ഈ ജപമാല ചെല്ലുമ്പോൾ ഒന്ന് ഓർക്കണം, അതായത് 4 രഹസ്യങ്ങളാണുള്ളത് അല്ലേ. സന്തോഷം, പ്രകാശം, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, മഹിമയുടെ രഹസ്യങ്ങൾ. ഇത് 4 നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഈ സാധ്യത 3 ഉണ്ട്, ഉറപ്പാണ്. സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ടോ? തലയാട്ട് ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ട് സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ട്. പ്രകാശത്തിൻ്റെ ദിവസം, നല്ല നല്ല തെളിഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളുണ്ട്. എന്നുവെച്ചാൽ സന്തോഷത്തിൽ നിന്ന് ഒരു അടുത്ത ലെവൽ നമുക്ക് ആനന്ദം എന്ന് വിചാരിക്കാം. ആ ആനന്ദത്തിൻ്റെ പ്രകാശത്തിൻ്റെ പബ്ലിക്കായിട്ട് സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരെല്ലാം ചുറ്റും കൂടി നിൽക്കുന്ന പ്രകാശത്തിൻ്റെ ദിവസങ്ങൾ നമുക്കുണ്ടാകാം. അതുപോലെ തന്നെ ഒരു റിയാലിറ്റിയാണ് ഒറ്റ കൊടുക്കപ്പെടുന്നതും ഒറ്റയ്ക്കായി പോകുന്നതുമായ മരിച്ചു പോകുന്ന ചില സമയങ്ങൾ, ജീവൻ ചോര വിട്ടുപോകുന്ന ചില സമയങ്ങൾ, ദുഃഖത്തിൻ്റെ ദിവസങ്ങളും നമുക്ക് ഉണ്ടാകാം. ഈ 3 നമുക്കുണ്ട്. ഈ 3 ഉണ്ടെങ്കിൽ ജപമാല കംപ്ലീറ്റ് ആകുന്നത് മഹിമയുടെ രഹസ്യങ്ങളാണ്. ജീവിതമായിട്ട് സന്തോഷവും ആനന്ദവും പ്രകാശവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടാകും? മഹിമയുടെ ദിവസങ്ങളും ഉണ്ടാകും. റോമ 10:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയും, അവനിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരുവനും നിരാശപ്പെടേണ്ടി വരികയില്ലെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തർ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തിന്റെ സമയത്തും പ്രകാശത്തിന്റെ സമയത്തും ദുഃഖത്തിന്റെ സമയത്തും നമ്മൾ ഒരാളുടെ കൂടെ നിൽക്കുന്നു. ആരുടെ കൂടെ? ഈശോയുടെ കൂടെ. അങ്ങനെയെങ്കിൽ മഹിമയിലേക്കും കർത്താവ് ഉയർത്തിക്കൊള്ളും. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ.